ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് ലേണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിദ്യാ സന്ദീപ്. ഇന്ന് നമ്മൾ ബിസിനസ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിലെ ഓഫർ, അതായത് ലാപ്സസ് ഓഫ് ഓഫർ, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് തുടങ്ങിയ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓഫർ എന്താണെന്നും അതുപോലെ തന്നെ വാലിഡ് എസെൻഷ്യൽസ് ഓഫ് ആൻ ഓഫർ തുടങ്ങിയ കാര്യങ്ങളുമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാപ്സസ് ഓഫ് ഓഫറിനെ കുറിച്ചാണ്. ലാപ്സസ് ഓഫ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ഡസ് ആൻ ഓഫർ കം ടു ആൻ എൻഡ്, അതായത് എപ്പോഴാണ് ഒരു ഓഫർ എൻഡ് ആകുന്നത് അല്ലെങ്കിൽ ഒരു ഓഫർ നമ്മൾ ഇല്ലാതാക്കുന്നത്, അതിനെ നമ്മൾ എന്ത് പറയുന്നത് ലാപ്സസ് ഓഫ് ഓഫർ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് കണ്ടീഷൻസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് പറയുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദി പ്രപ്പോസർ. റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ആണ്. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിന്റെ കേസിൽ രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും, ഒരു പ്രപ്പോസർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രോമിസിയും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രപ്പോസർ ആണ് എന്ത് നൽകുന്നത്, ഒരു ഓഫർ നൽകുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രപ്പോസർ ഓഫർ നൽകുന്ന സമയത്ത് അത് ഒരു അക്സെപ്റ്റർ അല്ലെങ്കിൽ പ്രോമിസി എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് അതിന് എന്താണ് പറയാൻ പറ്റുള്ളൂ, ഒരു വാലിഡ് ഓഫർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇവിടുത്തെ ഒരു കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപ്പോസർ, അതായത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു അക്സെപ്റ്റർ ഉണ്ടായിരിക്കും. അക്സെപ്റ്റർ എന്ത് ചെയ്യണം, ആ ഒരു പ്രപ്പോസർ നൽകുന്ന ഓഫർ അക്സെപ്റ്റ് ചെയ്യണം എന്ന്. അപ്പോൾ ഈ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പ്രപ്പോസർ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഓഫർ വിഡ്രോ ചെയ്യും. ഓക്കെ, അങ്ങനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓഫർ അവിടെ എന്തായും, നമുക്ക് ലാപ്സ് ഓഫ് ഓഫർ എന്ന് പറയാം, അല്ലെങ്കിൽ ഓഫർ എന്തായി, എൻഡായി, കം ടു ആൻ എൻഡ് എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു പ്രപ്പോസർ ഒരു ഓഫർ നൽകി, അപ്പോൾ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യാണ്, പ്രപ്പോസർ അത് വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ പിൻവലിക്കാൻ, ഒരു ഓഫർ പിൻവലിക്കുകയാണ്. അങ്ങനത്തെ കേസ് നമുക്ക് എന്ത് പറയാം, ഓഫർ അവിടെ ലാപ്സ് ആയി എന്ന് പറയാം. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ പ്രത്യേകം പറയുന്നത് നമ്മുടെ ഈ റിവോക്കേഷൻ അല്ലെങ്കിൽ ഈ ലാപ്സ്, അദ്ദേഹം വിഡ്രോ ചെയ്യുക എന്നുള്ള കാര്യം എപ്പോഴും എന്ത് ചെയ്യണം, അക്സെപ്റ്ററെ ഒരു നോട്ടീസ് മുഖാന്തരം എന്ത് ചെയ്യണം, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദി പ്രപ്പോസർ. അതായത് ഞാൻ നൽകിയിരിക്കുന്ന ഓഫർ വിഡ്രോ ചെയ്യാണ് എന്നുള്ളത് നമ്മൾ ആരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അക്സെപ്റ്ററെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് ബൈ ലാപ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ടൈം. അതായത് നമ്മളറിയാം ഒരു ഓഫർ നമ്മൾ നൽകുന്നുണ്ട്, അപ്പോൾ അത് അക്സെപ്റ്റർ എപ്പോഴെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന ഉദ്ദേശത്തോടല്ല, ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം പറയും. ഓക്കെ, അതായത് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അക്സെപ്റ്റൻസ്, അതായത് നിങ്ങൾക്ക് സമ്മതമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഒരു 3 months എന്നുള്ളൊരു ഡെഡ് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 monthsനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അത് ആ ഒരു ഓഫറിൽ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ സമ്മതമാണോ അല്ലേന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ആ 3 monthsനുള്ളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഒരു 3 months എന്ന് പറയുന്നതാണ് ഇവിടെ പ്രിസ്ക്രൈബ്ഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു 3 monthനുള്ളിൽ തന്നെ നമ്മളുടെ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഓഫർ നമുക്ക് എന്ത് പറയാം, ലാപ്സ് ആയിട്ടെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് മൂന്നാമത്തെ പറയുന്നത് ബൈ നോൺ ഫുൾഫിൽമെന്റ് ഓഫ് എ കണ്ടീഷൻ ബൈ അക്സെപ്റ്റർ. ഓക്കെ, അതായത് നമ്മളൊരു അക്സെപ്റ്റർ ഫെയിൽസ് ടു ഫുൾഫിൽ എ കണ്ടീഷൻ ആണ്. നമ്മളൊരു ഓഫർ അല്ലെങ്കിൽ നമ്മളൊരു കോൺട്രാക്ട് വെക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് നമ്മുടെ അക്സെപ്റ്റർ എന്ത് ചെയ്യുന്നില്ല, ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ആ ഓഫർ എന്താണെന്ന് ലാപ്സ് ആയി എന്ന് പറയാം. അപ്പോൾ അതാണ് പറയുന്നത് ബൈ നോൺ ഫുൾഫിൽമെന്റ് ഓഫ് എ കണ്ടീഷൻ ബൈ അക്സെപ്റ്റർ. നമ്മൾ ഓഫറിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അക്സെപ്റ്റർ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ഓഫർ ലാപ്സ് ആകും. ഇനി നാലാമത്തെ കേസ് പറയുന്നത് ബൈ ദി ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദി ഓഫറർ ആണ്. അതായത് അക്സെപ്റ്റർ ആ ഒരു കോൺട്രാക്റ്റിലെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അറിയാണ് അദ്ദേഹത്തിന് ഓഫർ നൽകിയിരിക്കുന്ന പ്രോമിസർ ഡെത്തായി അല്ലെങ്കിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പം അബ്നോർമൽ ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ ഒക്കെ ആയിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ,
അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ അക്സെപ്റ്റർ അറിയുകയാണെങ്കിൽ ആ ഒരു ഓഫർ നമുക്ക് എന്തായെന്ന് പറയാം, ലാപ്സ് ആയെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ഓഫറർ ഡെത്ത് ആവുകയോ അല്ലെങ്കിൽ ഇൻസാനിറ്റി സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓഫർ എന്തായെന്ന് പറയാം, അത് ലാപ്സ് ആയി എന്ന് പറയാം. ഇനി അടുത്ത പറഞ്ഞ ബൈ കൗണ്ടർ ഓഫറാണ്. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഓഫർ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് നിൽക്കുന്ന സമയത്ത് എ ബിക്ക് ഒരു ഓഫർ നൽകി. ഓക്കെ, അതായത് എ പറയാണ് 1,00,000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാറ് നൽകാമെന്നൊരു ഓഫർ നൽകി. ബി അക്സെപ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ബി തിരിച്ചെന്ത് ചെയ്യാണ്, എക്ക് ഒരു ഓഫർ അങ്ങോട്ട് നൽകാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ കാറ് ഞാൻ 1,00,000 രൂപയ്ക്കല്ല 80,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കാമെന്ന് ബി എന്ത് ചെയ്യാണ്, തിരിച്ചൊരു ഓഫർ നൽകാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറഞ്ഞത്, കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞത്. അതായത് രണ്ട് ഓഫർ, ഒരു ഓഫർ നമ്മൾ നൽകും, തിരിച്ച് അതിന് പകരം തിരിച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു ഓഫർ നൽകും. അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ടർ ഓഫറിന്റെ കേസ് പറയുകയാണെങ്കിൽ ആദ്യം നൽകുന്ന ഓഫർ അവിടെ എന്താവും, ലാപ്സ് ആവും. ഓക്കെ, രണ്ടാമത് നൽകുന്ന ഓഫറിനെ അവിടെ പിന്നെ എന്തുണ്ടാവുള്ളൂ, നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മളെ എക്സാമ്പിളിൽ പറഞ്ഞു, എ 1,00,000 രൂപയ്ക്ക് കാറ് ഓഫർ ചെയ്തു. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഓഫർ. അതെന്താവും, അവിടെ എൻഡ് ആകും അല്ലെങ്കിൽ ലാപ്സ് ആകും. അപ്പോൾ രണ്ടാമത്തെ ഓഫർ ആയിട്ടുള്ള ബി എന്ത് ചെയ്യാൻ ഒരു ഓഫർ നൽകാണ്, 80,000 രൂപയ്ക്ക് നിങ്ങളുടെ കാറ് എനിക്ക് തരാണെങ്കിൽ അത് ഞാൻ വാങ്ങിക്കാമെന്ന് ബി ഒരു ഓഫർ നൽകുന്നുണ്ട്. അപ്പോൾ ആ രണ്ടാമത് നൽകുന്ന ഓഫറെ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ലീഗലി നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ അതിനാണ് പറഞ്ഞത് ബൈ കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റത്തെ ഓഫർ എന്താകും, ഫസ്റ്റത്തെ ഓഫർ ലാപ്സ് ആകും, രണ്ടാമതിനുള്ള ഓഫർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നിലനിൽക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ് പറഞ്ഞ ബൈ സബ്സീക്വന്റ് ഇല്ലീഗാലിറ്റി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ, അതായത് നമ്മുടെ കോൺട്രാക്ട് അല്ലെങ്കിൽ ഓഫറിലുള്ള സബ്ജക്റ്റ് മാറ്റർ എന്ത് ചെയ്യാണ്, ഇല്ലീഗൽ ആവാണ്. ഓക്കെ, അതായത് അവർ ചിലപ്പം കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഓഫറിൽ ഏർപ്പെടുന്ന സമയത്ത് അത് ലീഗൽ ആയിരിക്കും, പക്ഷെ പിന്നീട് അതെന്തായി മാറും, ഇല്ലീഗലായി മാറും. ഇപ്പം നമ്മുടെ നിയമത്തിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇപ്പം ഇന്ത്യ ചൈന തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളൊരു വ്യക്തിയും ചൈനയിലൊരു വ്യക്തിയും തമ്മിൽ എന്ത് ചെയ്യുന്നത്, കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. പക്ഷെ പെട്ടെന്നായിരിക്കും ഇന്ത്യയും ചൈനയും തമ്മിലൊരു വാർ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്ട് എന്ന് പറയുന്നതായിരിക്കും, ഇല്ലീഗൽ ആയിരിക്കും. അതായത് അത് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ ഒരു ഓഫർ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അത് ലീഗലായിരുന്നു, പക്ഷെ സബ്സീക്വൻ്റ്ലി അത് എന്തായി മാറി, ഇല്ലീഗലായി മാറി. അപ്പോൾ അതാണ് പറയുന്നത് ബൈ സബ്സീക്വന്റ് ഇല്ലീഗാലിറ്റി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ എന്ത് ചെയ്യാണ്, ചിലപ്പം ഇല്ലീഗലായി മാറാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് എന്താണ്, ഡിസ്ട്രോയ് ചെയ്യാണ്, നശിക്കപ്പെടുകയാണ്. അങ്ങനത്തെ കേസ് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഓഫർ ലാപ്സ് ആയെന്ന് പറയാം. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞാൽ ബൈ റിജക്ഷൻ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പം നമ്മൾ ഓഫർ നൽകി, പക്ഷെ ഓഫറി അതെന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിലും നമ്മുടെ ഓഫർ എന്താകും, ലാപ്സ് ആകും. അപ്പോൾ അതാണ് ബൈ റിജക്ഷൻ ആണ്. അപ്പോൾ ഈ റിജക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ വേർഡ്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സ്പോക്കൺ ആയിട്ടോ റിട്ടൺ ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് അക്സെപ്റ്റർ ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്താലും നമ്മുടെ ഓഫർ എന്തായെന്ന് പറയാം, ലാപ്സ് ആയെന്ന് പറയാം. ഇത്രയുമാണ് നിങ്ങൾക്ക് ഓഫറിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഓഫറിന്റെ കേസ് നമ്മൾ അതിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സും അതുപോലെ ലാപ്സ് ഓഫ് ഓഫർ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വരുന്ന ടോപ്പിക്കാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ഓഫറർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അക്സെപ്റ്ററും ഉണ്ടായിരിക്കും. അപ്പോൾ ഓഫർ നൽകിയിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അക്സെപ്റ്റർ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞത്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ B പ്രകാരമാണ് അക്സെപ്റ്റൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. When the person to whom the offer is made signifies his assent thereto, the proposal is said to be accepted. അതായത് എന്താണ്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ ഓഫർ നൽകുന്നത് അദ്ദേഹം ആ ഒരു ഓഫർ അദ്ദേഹത്തിൻ്റെ സമ്മതം അറിയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നൽകുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, അക്സെപ്റ്റൻസ് എന്ന് പറയാം.
എ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ്. അക്സെപ്റ്റ് ചെയ്ത പ്രപ്പോസൽ നമുക്ക് പിന്നീട് എന്ത് പറയാം? പ്രോമിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു ഓഫർ എന്ത് ചെയ്യാണ്? ഒരു പേഴ്സണ് നൽകുന്നുണ്ട്. അദ്ദേഹം അതിലേക്ക് അദ്ദേഹത്തിൻ്റെ സമ്മതം അറിയിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? അക്സെപ്റ്റൻസ് എന്ന് പറയാം. ദെൻ അക്സെപ്റ്റ് ചെയ്ത പ്രപ്പോസൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും എന്ന് പറയും? പ്രോമിസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ ഓഫറിന്റെ കേസിലും പറഞ്ഞിരുന്നു എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് ഓഫർ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളൊരു അക്സെപ്റ്റൻസ് നമ്മൾ വാലിഡ് ആവണമെങ്കിൽ ഒരുപാട് എസെൻഷ്യൽ എലമെന്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ പറയുന്നത് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസർ എന്ത് ചെയ്യണം? ഒരു ഓഫർ നൽകുന്നു. അപ്പോൾ ആ ഒരു ഓഫർ നൽകുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ സമ്മതം എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ സൈലന്റ് ആയി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല? അവിടെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ അക്സെപ്റ്റൻസ് നമുക്ക് സമ്മതമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രപ്പോസറിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. രണ്ടാമത്തെ പറയുന്നത് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ഓർ അൺക്വാളിഫൈഡ്. നമ്മളെ അക്സെപ്റ്റൻസ് എന്ന് പറയാൻ എപ്പോഴും എന്തൊക്കെയും അബ്സല്യൂട്ട് ആണെന്ന് പറയാം. അതായത് നമ്മുടെ ടേംസ്, ഓഫറിൽ നൽകിയിരിക്കുന്ന ടേംസിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓഫറിന് പുറമേയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അക്സെപ്റ്റൻസ് നൽകാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറഞ്ഞത് അബ്സല്യൂട്ട് ഓർ അൺക്വാളിഫൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ടേംസ് ഓഫ് ഓഫറിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. The next one, acceptance may be express or implied. നമ്മുടെ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ നൽകാം? ഒന്ന് എക്സ്പ്രസ്ലി നൽകാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി നൽകാം. എക്സ്പ്രസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അക്സെപ്റ്റൻസ് എക്സ്പ്രസ് ചെയ്യാം. ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺസിന്റെ കണ്ടക്ട് ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റം മുഖേന ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ അക്സെപ്റ്റൻസ് നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് നമ്മുടെ അക്സെപ്റ്റൻസ്, അതായത് ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ എന്താണ്? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. അതെന്ന് പറഞ്ഞൊരു ഇംപ്ലൈഡ് ആണ്. അവരുടെ അക്സെപ്റ്റൻസ്, അതായത് നമ്മൾ ടിക്കറ്റിനുള്ള പൈസ നൽകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ബസ്സിൽ കയറി നമ്മളത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നുണ്ടെന്ന് അവർ ഓഫർ നൽകുന്നു, നമ്മളത് സമ്മതിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർക്കുള്ള ടിക്കറ്റിന്റെ ഫെയർ നമ്മൾ നൽകുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അക്സെപ്റ്റൻസ് എക്സ്പ്രസ് ത്രൂ വേർഡ്സ് ഓർ റിട്ടൺ, അതുപോലെ തന്നെ നമുക്ക് ഇംപ്ലൈഡ് ആയിട്ട് നമ്മുടെ പേഴ്സൺസിന്റെ കണ്ടക്ട് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു അക്സെപ്റ്റൻസ് നൽകാം. ഇനി അടുത്ത പറഞ്ഞത് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ഇൻ സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനർ. അടുത്ത പോയിന്റ് പറയുന്നത് ദി അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ഇൻ സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനർ ആണ്. അതായത് നമ്മൾ പറയുകയാണ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഒരു യൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റീസണബിൾ മാനറിലായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്? നൽകേണ്ടത്. ഇൻ കേസ് നമുക്ക്, അതായത് നമ്മളിപ്പോൾ റീസണബിൾ മാനർ എന്ന് പറയുമ്പോൾ ഓഫറർ പറയാണ് നിങ്ങളുടെ അക്സെപ്റ്റൻസ് നിങ്ങൾ ഒരു ലെറ്റർ മുഖാന്തരം ഞങ്ങൾ അറിയിക്കണം, അല്ലെങ്കിൽ മെയിൽ ത്രൂ നമ്മൾ അറിയിക്കണം, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കോൾ ത്രൂ നമ്മൾ അറിയിക്കണമെന്ന് അദ്ദേഹം പറയാണ്. ഇൻ കേസ് അവർ ഏത് മോഡിലൂടെ അല്ലെങ്കിൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവർ പറയുന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു റീസണബിൾ ആയിട്ടുള്ള മാനറിൽ കണ്ടറിഞ്ഞിട്ട് ആര് നൽകിയിരിക്കണം? ഈ ഒരു അക്സെപ്റ്റർ നൽകിയിരിക്കണം. സാധാരണ നമ്മൾ ഈ റീസണബിൾ മാനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മെയിൽ ത്രൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവരുടെ അക്സെപ്റ്റൻസ് നൽകുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ഇൻ സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനർ. നമുക്ക് അവർ പ്രത്യേകം ചിലപ്പോൾ ഒരു മോഡ് ഓഫ് മാനർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അക്സെപ്റ്റൻസ് നൽകുക. അതായത് അവർ പറയുന്ന ലെറ്റർ ത്രൂ തന്നെ നിങ്ങൾ അക്സെപ്റ്റൻസ് നൽകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലെറ്റർ ത്രൂ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അക്സെപ്റ്റൻസ് നൽകുക. ഇൻ കേസ് അവർ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നില്ലെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? നമ്മളൊരു റീസണബിൾ ആയുള്ള മാനറിലായിരിക്കണം അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അക്സെപ്റ്റൻസ് നൽകേണ്ടത്. The next essential element പറയുന്നത് the acceptance must be given before the lapses of offer. അതായത് നമ്മുടെ ഓഫർ ലാപ്സ് ആകുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അക്സെപ്റ്റൻസ് നൽകിയിരിക്കണം.
അതായത് ചിലപ്പോൾ ഓഫറിൻ്റെ പീരീഡൊക്കെ പറയുന്നുണ്ടായിരിക്കും, 3 മാസമൊക്കെ ആയിരിക്കും ഓഫറിൻ്റെ കാലാവധി എന്ന് ചിലപ്പം പറയും. അപ്പോൾ ആ 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്സെപ്റ്റൻസ് നൽകണം. അതായത് ആ 3 മാസത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അക്സെപ്റ്റൻസ് നൽകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് ഇൻവാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആണെന്ന് പറയാം. കാരണം അവിടെ ഓഫർ ഉണ്ടായിരിക്കില്ല. ആ ഓഫറിൻ്റെ ഒരു പീരീഡ് എന്ന് പറയണമെങ്കിൽ 3 months ആണ്. അപ്പോൾ 3 monthsനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ അടുത്ത പോയിന്റ്, ദി അക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ അക്സെപ്റ്റർ സൈലൻ്റ് ആയി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതൊരിക്കലും അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കരുത്. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ അക്സെപ്റ്റർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഓഫർ നൽകുകയാണ്. അപ്പോൾ ആ ഓഫർ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അദ്ദേഹം യാതൊരു കമ്മ്യൂണിക്കേഷൻ നൽകാതെ സൈലൻ്റ് ആയി ഇരിക്കുകയാണെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിന് എന്ത് ചെയ്യരുത്, നമ്മൾ അദ്ദേഹം അക്സെപ്റ്റൻസ് നൽകി എന്ന് കണക്കാക്കരുത്. ഓക്കെ, നമ്മൾ പറയാം മൗനം സമ്മതമായി കരുതുന്നു. അപ്പം അങ്ങനത്തെ ഒരു കേസ് എവിടെ വരില്ല, കോൺട്രാക്റ്റിൻ്റെ കേസിൽ വരില്ല. അക്സെപ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അതിന് വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കുള്ളൂ. സൈലൻ്റ് ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ അതൊരിക്കലും അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കില്ല. ദെൻ ലാസ്റ്റ് എസെൻഷ്യൽ എലമെൻ്റ് ആയിട്ട് പറഞ്ഞത് അക്സെപ്റ്റൻസ് മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് ഓൾ ദി ടേംസ് ഓഫ് ദി ഓഫർ ആണ്. അതായത് നമ്മൾ അക്സെപ്റ്റൻസ് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഫറിലുള്ള എല്ലാ ടേംസും നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ പാർഷ്യൽ ആയിട്ടുള്ള അക്സെപ്റ്റൻസ് എവിടെ സാധ്യമല്ല, കോൺട്രാക്റ്റിൻ്റെ കേസിൽ സാധ്യമല്ല. അക്സെപ്റ്റൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഓഫറിലുള്ള എല്ലാ ടേംസും നമ്മൾ എന്ത് ചെയ്യാണ്, അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അക്സെപ്റ്റൻസിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്